തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുപ്രധാന നീക്കവുമായി CPM. സ്വർണ്ണപ്പാളി വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും സമ്മാനിച്ച ചീത്തപ്പേര് മാറ്റാൻ സുപ്രധാന നീക്കവുമായി CPIM. രാഷ്ട്രീയ മുഖമുള്ള വ്യക്തികളെ മാറ്റി നിർത്തി ഇടത് ചായ്വുള്ള പൊതുസമ്മതനായ വ്യക്തിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയും CPM നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടെ K. വിജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് കൂടുതൽ സ്വീകാര്യനായ മുൻ ചീഫ് സെക്രട്ടറിയും ബഹുമുഖ പ്രതിഭയുമായ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് K. ജയകുമാറിന്റെ പേര് ദേവസ്വം ബോർഡ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 5 പേരുകളാണ് വന്നത്. ഇതിൽ കൂടുതൽ പരിഗണന K. ജയകുമാർ IASനായിരുന്നു. മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ പേരിനാണ് മുൻതൂക്കം നൽകിയത്. പത്തനംതിട്ടയിൽ നിന്നുള്ള സതീശൻ എന്നയാളുടെ പേരാണ് ദേവസ്വം മന്ത്രി നിർദ്ദേശിച്ചത്. K. ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയേക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ അന്തിമ തീരുമാനമുണ്ടാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്തരമൊരു ചർച്ച നടക്കുന്ന കാര്യം നേതൃത്വം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വിവിധ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തിരുന്നു. എന്നാൽ കുവൈറ്റ് പര്യടനത്തിലുള്ള മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ K. ജയകുമാർ IASന്റെ പേരിനാണ് മുഖ്യമന്ത്രി മുൻതൂക്കം നൽകിയിരുന്നത്. K. ജയകുമാർ IAS ഇതാദ്യമല്ല ശബരിമലയുടെ ചുമതലയിൽ വരുന്നത്. ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. കൂടാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.